പാകിസ്ഥാൻ ഹൈക്കമ്മീഷന് മുന്നിൽ നാടകീയ രംഗങ്ങൾ. ഹൈക്കമ്മീഷനിൽ ജീവനക്കാരിൽ ഒരാൾ കേക്കുമായി പോകുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ഹൈക്കമ്മീഷനെ സുരക്ഷ പിൻവലിച്ചതിന് പിന്നാലെയാണ് ഈ സംഭവം ഉണ്ടായത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിലെ ആഘോഷമാണോ അവിടെ നടക്കുന്നത് എന്നൊരു വലിയ ചോദ്യമാണ് ജനക്കൂട്ടം ഉന്നയിക്കുന്നത്. Where are you from, sir? What is this cake for? Occasion क्या है? Occasion क्या है? खाली occasion बता। 28 लोग मरे, थोड़ा सा बताइए ना. दुख है इस बात का? What is this? आप कहाँ से आए हैं? Where are you from? बता दीजिए. आप बता दीजिए सर. कहाँ से हैं आप? दुख है इस बात का. Cake for what is the celebration for? Are you from Pak High Commission? What is this? Sir, are you from Pak High Commission? Are you from Pakistan High Commission? खाली एक सवाल है सर, आप पाकिस्तान। Where are you from, What sir? is this? What is this cake for? Occasion क्या है? Occasion क्या है? खाली occasion बता। 28 लोग मरे, थोड़ा सा बताइए ना. दुख है इस बात का. What is this? आप कहाँ से आए हैं? സെലിബ്രേറ്റ് ചെയ്യാനുള്ളത് എന്നുള്ളത് അതിന് കൃത്യമായ ഒരു മറുപടി ഈ ആൾക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇയാൾ ആ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനാണോ? What is the celebration for? Are you from Pak High Commission? What is this? Sir, are you from Pak High Commission? ഇയാളുടെ പേരോ മറ്റ് വ്യക്തിവിവരങ്ങളോ എന്തായാലും നിലവിൽ വ്യക്തമായിട്ടില്ല. പക്ഷേ ഇയാൾ എന്തായാലും പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഒരു ജീവനക്കാരനായിരുന്നു എന്നുള്ള കാര്യമാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. മറിച്ച് ഈ കേക്കുമായി പോയതിൻ്റെ ഉദ്ദേശമോ ലക്ഷ്യമോ ഒന്നും തന്നെ ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തായാലും മാധ്യമപ്രവർത്തകർ ചോദിച്ചറിയാൻ വേണ്ടി ശ്രമിച്ചു ഇയാളോട്. പക്ഷേ അതിനൊന്നും കൃത്യമായിട്ടുള്ള ഉത്തരം എന്തായാലും ഇയാളുടെ പക്കൽ നിന്നും നിലവിലില്ല. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷ അവിടെ ഇതിനോടകം തന്നെ ഈ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് പോലീസ് വിന്യാസം വർദ്ധിപ്പിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനകത്തേക്ക് മറ്റാളുകൾക്ക് പ്രവേശിക്കുന്നതിലും വലിയ നിയന്ത്രണമുണ്ട്. നിലവിൽ ഈ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ BJP ഒരു പ്രതിഷേധ മാർച്ച് കൂടി ഇപ്പോൾ ഈ ഹൈക്കമ്മീഷനിലേക്ക് നടത്തുകയാണ്. ബാരിക്കേഡ് മറികടന്ന് അകത്തേക്ക് കയറാനുള്ള ചില ശ്രമങ്ങൾ എന്തായാലും BJP പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും അവിടെ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന സുരക്ഷാ വിന്യാസം എല്ലാം തന്നെ ഇതിനോടകം തന്നെ അവിടെ നിന്നും പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയിലേക്കും ഡൽഹി പോലീസ് കടന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇതിനോടകം വ്യക്തമാക്കുന്നത്. അതായത് ഇന്ത്യ നയതന്ത്ര തലത്തിൽ കൃത്യമായിട്ടൊരു ഒരു നടപടി എടുത്തിരുന്നു. ഹൈക്കമ്മീഷനകത്തുള്ള പാകിസ്ഥാൻ ഹൈക്കമ്മീഷനകത്തുള്ള പാകിസ്ഥാന് തന്നെ ഈ സുരക്ഷാ അറ്റാഷമാരെ പുറത്താക്കുന്നതായിട്ടുള്ള നടപടി അവർക്ക് ഒരാഴ്ചത്തെ സമയം നൽകിയിരുന്നു രാജ്യം വിടാൻ. ഒപ്പം തന്നെ ജീവനക്കാരെയും വെട്ടിച്ചുരുക്കിയുള്ളൊരു നടപടി നേരത്തെ ഇന്നലെ തന്നെ പുറപ്പെടുവിച്ചിരുന്നു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ സുരക്ഷ കൂടി കുറയ്ക്കുന്ന പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് ഇപ്പോൾ പ്രതിഷേധം കൂടി നടക്കുന്നത്. അതിനിടയിലാണ് ഈ ബാരിക്കേഡുകൾ എടുത്ത് മാറ്റുന്ന സമയത്ത് അവിടെ ഇത്തരത്തിലൊരു നാടകീയ സംഭവം ഉണ്ടാവുന്നത്. ഇതിൻ്റെ ഉദ്ദേശമോ മറ്റ് ലക്ഷ്യമോ ഇപ്പോഴും വ്യക്തമായിട്ടില്ല. എന്തായാലും ഒരു കേക്കുമായി ആ ഹൈക്കമ്മീഷനിലെ ജീവനക്കാരൻ അകത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്.